ഹായ് ഹലോ വെൽക്കം ടു ലൈഫ് തൊട്ടും ഞാൻ മാളവിക കറന്റ് എയർലൈനിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ കുറുവിൻ്റെ ഒരു ഓവറോൾ എക്സ്പെൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. സോ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന എക്സ്പെൻസ് ആണ് കുറുവിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. അതിനകത്ത് 2 സ്റ്റെപ്പ് ഉണ്ട്, റെക്കഗ്നീഷൻ ആൻഡ് രജിസ്ട്രേഷൻ. റെക്കഗ്നീഷന് €410 ആണ് അവർ ചാർജ് ചെയ്യുന്നത് ആൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് €100 ആണ്. 2025 വെബ്സൈറ്റ് അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ ഒരുമിച്ചാണ് എമൗണ്ട് പേ ചെയ്യേണ്ടി വരിക. അതായത് €510 നിങ്ങൾ ഒരുമിച്ച് പേ ചെയ്യണം. നേരത്തെ എങ്ങനെ ആയിരുന്നില്ല, സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ €510 ആണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. €510 ആണ്. അത് ഏകദേശം ഇപ്പോഴത്തെ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 51,000 to 52,500 ആ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇതാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ വരുന്ന ഒരു പേയ്മെന്റ് €510. ഇനി ഇത് കൂടാതെ ഓൾറെഡി രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ വർഷവും നമ്മളിത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് അഗെയിൻ €100 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് റെക്കഗ്നേഷനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് റെക്കഗ്നൈസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പേ ചെയ്ത €500 അവർ തിരിച്ചു തരില്ല കേട്ടോ. അത് ആ ഒരു പേയ്മെന്റ് നമ്മൾ ഒരുമിച്ച് പേ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും €100 നിങ്ങളുടെ പോകും. പക്ഷേ ഞാനൊക്കെ 2025 വെബ്സൈറ്റിന് അപ്ഡേഷന് മുന്നേ ചെയ്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല. റെക്കഗ്നൈസ്ഡ് ആയതിനു ശേഷം ആകുവാണ് ആപ്ലിക്കേഷൻ സക്സസ് ആയാൽ മാത്രം €100 പേ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇനീഷ്യലി തന്നെ നിങ്ങൾ €510 പേ ചെയ്യണം. അത് എമൗണ്ട് കുറച്ച് കൂടി 500 ആയിരുന്നു ഇനീഷ്യലി, ഇപ്പോൾ അത് €510 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് വരുന്ന എക്സ്പെൻസ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങളുടെ എക്സ്പാൻഡഡ് സിലബസ്, അതെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നതാണ്. മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഫീസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കേരള യൂണിവേഴ്സിറ്റിക്ക് എനിക്ക് ട്രാൻസ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ 1000 സംതിങ് ആണ് വന്നത്. എഗെയിൻ നമുക്കൊരു 2-3 ഡോക്യുമെന്റ്സ് എങ്കിലും മിനിമം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിട്ട് കിട്ടേണ്ടതുണ്ട്. സോ ദാറ്റ് വിൽ കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു ₹3,000 നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, മൂന്നാമത് വരുന്ന എക്സ്പെൻസ് ആണ് ഏറ്റവും ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വരുന്നത്. അത് അധികം ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്നുമില്ല. അതാണ് നിങ്ങൾക്ക് നോട്ടറി അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് വരുന്ന ചാർജ്. നിങ്ങൾ കുറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് നോട്ടറി അറ്റസ്റ്റഡ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് അവർ കൺസിഡർ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ അവർ അത് റിജക്ട് ചെയ്യും. അപ്പം നോട്ടറി അറ്റസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു നിങ്ങൾ എന്തോരം ഡോക്യുമെന്റ്സ് കുറഞ്ഞ് സബ്മിറ്റ് ചെയ്യുന്ന അതിലെല്ലാം വേണം. എസ്പെഷ്യലി നിങ്ങൾ സിലബസ് എന്ന് പറയുമ്പോൾ ഒരു 80 to 100 പേജസ് ഒക്കെ വരുമല്ലോ സിലബസ്. അപ്പം അത്രയും പേജിൽ ഓരോ പേജിലും നോട്ടറി അറ്റസ്റ്റേഷൻ വേണം. എനിക്ക് ഏകദേശം ഒരു 15,000 to 18,000 വരെയായി നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്ത് വന്നപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ CPD. ഞാൻ ഏകദേശം 13 CPDs സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ CPDയും ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ എണ്ണം അനുസരിച്ച് ആ കോസ്റ്റ് മാറും. എങ്കിൽ പോലും അതൊരു ഏകദേശം ഒരു 10,000 to 20,000 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന നോട്ടറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ കുറവ് എമൗണ്ടിൽ ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും ഏകദേശം ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് നോട്ടറി അറ്റസ്റ്റേഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും കേട്ടോ. അടുത്തത് വരുന്നതാണ് ഏജൻസി. മിക്ക ആൾക്കാരും ഏജൻസി ത്രൂ ആണ് കുറിൻ്റെ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ഒരുപാട് ഏജൻസീസ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതല്ലാതെ പുറത്ത് യൂറോപ്യൻ കൺട്രീസ്, UK ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള ഒരുപാട് ഫേമസ് ഏജൻസികൾ ഇപ്പം കുറു ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഏജൻസിയുടെ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 30,000 എന്നൊക്കെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുക. 30,000 to ഒരു 3 lakhിൽ വരെ ചെയ്യുന്ന ഏജൻസികളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസി, UK ബേസ്ഡ് ഏജൻസി ഒക്കെ 3 lakhിന് വേണ്ടിയിട്ടാണ് പോർട്ട്ഫോളിയോസ് പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ ഏജൻസി ത്രൂ പോകുന്നവർക്കാണെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊരു 50,000 കോസ്റ്റ് വരും. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് വന്നിട്ടൊരു 50,000. അതുകൂടാതെ നോട്ടറി അറ്റസ്റ്റേഷനും ബാക്കി ഡോക്യുമെന്റ്സും എല്ലാം കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 30,000 എടുക്കാം. സോ ഓൾമോസ്റ്റ് ഒരു 1,30,000 to 2 lakhs ഇടയ്ക്ക് വരും കുറുവിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻസ്, ഓരോ ആൾക്കാരിലും വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏജൻസിയുടെ 50,000 നിങ്ങൾക്ക് അവർ ലാഭിക്കാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഒരു ടോട്ടൽ ആയിട്ടുള്ള കുറുവിൻ്റെ എക്സ്പെൻസിൽ വരിക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുറുവിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സീരീസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ആവാൻ പോകുന്നത് റിലേറ്റഡ് ടു നിങ്ങൾ ഏജൻസീസിനെ സംബന്ധിച്ചാണ്. നിങ്ങൾ ഏജൻസീസ് പിക്ക് ചെയ്യുമ്പോൾ ഏജൻസിയുടെ അടുത്ത് ചോദിക്കേണ്ട 5 മെയിൻ ക്വസ്റ്റ്യൻസ് അവരതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏജൻസി പിക്ക് ചെയ്യാം. അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. സോ സ്റ്റേ ട്യൂൺ ഫോർ ഇറ്റ്. ബൈ.